ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. സംഗി ചാനൽ ബിഗ് ബ്രേക്കിംഗ്. കേരളത്തിൽ മതപരിവർത്തനം, പിന്നിൽ തോമസ് ലിയ, നിരവധി നായർ യുവാക്കളെ ജോർജുമാരാക്കി മാറ്റി ഞെട്ടിപ്പിക്കുന്ന സത്യം വെളിപ്പെടുത്തുന്നു സംഗി ചാനൽ ബിഗ് ബ്രേക്കിംഗ്. അപ്പോ എന്തേ കേരളത്തിലെ സംഘപരിവാരുകാരെ, മതപരിവർത്തനത്തിന് ഇരയായ നമ്മുടെ PC ജോർജിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ പൊങ്കാലം നടത്താൻ വരികയല്ലേ. ഭീകരവാദവും തീവ്രവാദവും മതപരിവർത്തനവും കണ്ടു കഴിഞ്ഞാൽ ഹാലിളങ്ങുന്ന സംഘികൾക്ക് PC ജോർജിന്റെ മതപരിവർത്തനം ഇത്തിരി സന്തോഷമുണ്ടാക്കുന്നതാണ്. എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം. അതായത് PC ജോർജ്, പണ്ട് കേശവൻ നായർ ആയിരുന്ന PC ജോർജ്, മതപരിവർത്തനത്തിലൂടെ ജോർജായി മാറിയ നമ്മുടെ PC ജോർജ് സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി ഡൽഹിയിലെത്തിയ കഥ അറിയോ? സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി കേരളത്തിൽ ആരോടും പറയാതെ, ആർക്കും അറിയാതെ രാത്രിക്ക് രാമാനം PC ജോർജ് സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. ഡൽഹിയിലേക്ക് പുറപ്പെട്ട സമയത്ത് സോണിയാഗാന്ധി ഉടൻ തന്നെ പറഞ്ഞു, കടക്ക് പുറത്ത്, കണ്ടം വഴി ഓടിച്ചു. കാരണം കേരളത്തിലെ നേതാക്കന്മാരോട് തന്നെ സംസാരിച്ചാൽ മതി എന്നായിരുന്നു സോണിയാഗാന്ധിയുടെ വാദം. പക്ഷേ സോണിയാഗാന്ധി ഇത് നേരിട്ട് പറഞ്ഞതല്ല, ഒരു ദൂതനയച്ച് PC ജോർജിനോട് പറഞ്ഞു. കേരളത്തിലെ നേതാക്കന്മാർക്ക് 8ന്റെ പണി കൊടുത്ത് ഒരു തരംഗം സൃഷ്ടിക്കാൻ വേണ്ടി സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി പോയതായിരുന്നു PC ജോർജ്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ PC ജോർജ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരോട് ഒരു കുമ്പസാരം നടത്താൻ തീരുമാനിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ റെഡ് ലൈറ്റ് അങ്ങ് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇടതുപക്ഷത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ നിന്നും നേതാക്കന്മാർ ഒരു റെഡ് ലൈറ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അവസാനം ഗത്യന്തരമില്ലാതാകുമ്പോൾ ഏവരുടെയും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ, എപ്പോഴും പച്ച സിഗ്നൽ കത്തിച്ചു നിൽക്കുന്ന, ആർക്കും വരാമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ. അപ്പോ അങ്ങോട്ടേക്ക് പോകാം. അപ്പൊ പാർട്ടിയിലോട്ട് പോകണ്ട, മറിച്ച് ഒരു സഖ്യമായി തുടരാമെന്ന് വിചാരിച്ച് പച്ച ലൈറ്റ് കാണിച്ചു തന്നിരുന്ന BJPയുടെ ഒരു സഖ്യകക്ഷിയാകാൻ വേണ്ടി തന്നെ PC ജോർജ് തീരുമാനിച്ചു. അപ്പോ NDAയുടെ ഭാഗമായി തന്നെയാണ് PC ജോർജ് ഇപ്പോഴുള്ളത്. പത്തനംതിട്ടയിൽ K സുരേന്ദ്രന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചു. അപ്പൊ അതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാകും എന്ത് സംഭവിക്കും എന്നുള്ളത്. അക്കാര്യം അവിടെ കിടക്കട്ടെ. എന്തായാലും ഒരു വഴിയുമില്ലാതെ മതപരിവർത്തനത്തിന് ഇരയാക്കപ്പെട്ട കേശവൻ നായർ എന്ന PC ജോർജിനെ BJP ഇരുകൈയും നീട്ടി ഞങ്ങളുടെ സഖ്യത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ഗതികേട് നോക്കുക. മതപരിവർത്തനത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന BJPക്ക് ഇത് ഏറ്റവും വലിയ ഒരു തിരിച്ചടിയല്ലേ? അല്ല, ഈ PC ജോർജ് പറഞ്ഞതനുസരിച്ച് പറയുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ PC ജോർജ് പിന്തുണച്ചവരുടെ അവസ്ഥ എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും തോമസ് ലിയ വന്നതുകൊണ്ട് തന്നെ കടുകുമണിയോളം ഇടയിലാണ് നായർ സമുദായം രക്ഷപ്പെട്ടത് എന്നുള്ളത് എടുത്തു പറയുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.